പറയാൻ കാര്യം, ചില ആൾക്കാർ ഉടമ്പടി ഉഴപ്പുന്നുണ്ടല്ലോ. ഇപ്പം ഇന്നലെ ഈ ദിവസങ്ങളിലെ അനു എന്നും പറഞ്ഞ് അബുദാബി, നിങ്ങളെ സാക്ഷ്യം കേട്ട് കാണാം അല്ലേ? കൃപാസനം കുഞ്ഞിനെ കാണാൻ, കൃപാസനം മാതാവിൻ്റെ കുഞ്ഞിനെ കാണാൻ എല്ലാവരും വന്നു. ആശുപത്രിയിൽ തൊട്ടിൽ കണ്ട് പ്രാർത്ഥിച്ചു പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെണ്ണ് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അനു എന്നവരുടെ പേര്. അവർ മാത്രമല്ല, അവരും ഭർത്താവും ആ കുഞ്ഞും കൂടിയാണ് വന്നത്. അവർക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നു നേരത്തെ, അതിപ്പോഴും ഉണ്ട്, ഒരു കുഴപ്പമില്ല. അവർക്കൊരു കുഞ്ഞിനെ കൂടി വേണം. അതും പിന്നെ ജോലി പ്രശ്നം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ഉടമ്പടി ചെയ്യണത്. ഈ അനു ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ അനു പറയുന്നുണ്ട് ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവം. അവരാദ്യം ഉടമ്പടി ചെയ്തു. ഉടമ്പടി ചെയ്തിട്ട് അവർ പറഞ്ഞു ഞാൻ ഉടമ്പടി ഉഴപ്പി. അവരുടെ സ്വഭാവത്തിലുള്ളതാണ് എല്ലാം ഇങ്ങനെ ഉഴപ്പിയിട്ട് ഓരോ കാര്യം തുടങ്ങി വെക്കും, പിന്നെ ഉഴപ്പും. ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടല്ലോ, അവരുടെ സ്വഭാവത്തിലുള്ളതാണത്. ചില സമയത്ത് ഇങ്ങനെ ആരംഭശൂരത്തിന് കുറേ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും, അതിൻ്റെ ഉഴപ്പും. പിന്നെ ഒരു ആരംഭശൂരത്തിൽ പൊടുവ് പ്രാർത്ഥിക്കാൻ തുടങ്ങും, പക്കായിട്ടൊക്കെ ചെയ്യും, പിന്നെ ഉഴപ്പും. ഒരു ആരംഭശൂരത്തിന് വീട്ടിലെല്ലാം ക്ലീൻ ചെയ്തൊക്കെ വെക്കും. അത് 2 ആഴ്ച കഴിയുമ്പോൾ പിന്നെയും പഴയതുപോലെ വീട് പിന്നെയും അടിക്കലും തൂക്കലും ഒന്നും ഇല്ലാതെ ഉഴപ്പും. ഈ ജന്മനാ രക്തത്തിൽ കിടക്കുന്ന ഉഴപ്പാണ് ഇവർക്ക്. അതായത് അത് കാരണം ഇവർ അതുപോലെ തന്നെ അവർ ഉടമ്പടി എടുക്കുമ്പോഴേ ഒന്ന് ശ്രദ്ധിക്കണം. എനിക്കത് ജന്മനാ ഉഴപ്പുള്ള ആൾക്കാർ അവരത് അംഗീകരിക്കണം. എനിക്ക് ജന്മനാ ഉഴപ്പുള്ളതാണ്. ഈ ജന്മനാ അന്തൻ എന്നൊക്കെ ബൈബിളിൽ പറയില്ല. ജന്മനാ മുടന്തൻ ജന്മനാ അന്തൻ എന്നൊക്കെ ബൈബിളിൽ പറയില്ല. അതുപോലുള്ള ഒരു സാധനമാണ് ജന്മനാ ഉഴപ്പൻ. എന്നുവെച്ചാൽ അവരെന്ത് ചെയ്താലും അവർ ചെറുതായിട്ടൊന്ന് ഉഴപ്പും കുറച്ച് കഴിയുമ്പോൾ. ആദ്യം ഭയങ്കര ഇതായിരിക്കും. ഇതുപോലെ ഇവർ ആദ്യം 2019 ഉടമ്പടി ചെയ്ത് അത് ഉഴപ്പിപ്പോയി. പിന്നെ അവരെ ഉഴപ്പിയെന്ന് പറഞ്ഞത് എന്താ അറിയാമോ? അവർ പറഞ്ഞതേ അത് മുന്നോട്ട് പോകത്തില്ല നിങ്ങൾക്ക് തോന്നിയെന്നാണ്. അതെന്താ പറയുന്നത്? എൻ്റെ കയ്യിരിപ്പ് കൊണ്ടാണ്, എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. അവരങ്ങനെ എല്ലാം പറയുന്നുണ്ടോ, കാര്യം പറയുന്നുണ്ട്. എൻ്റെ കയ്യിരിപ്പ് കൊണ്ടാണ്, എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല, അതുകൊണ്ട് ഞാനത് ഉടമ്പടി ഉഴപ്പി. പിന്നെ അവർ 2020 ഉടമ്പടി എടുത്ത്. ഇവിടെ കൃപാസനത്തിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ ഉടമ്പടി 2016 ഉടമ്പടി ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് പുതിയ ഉടമ്പടി എടുക്കരുത്, അത് പുതുക്കാനേ പറയത്തുള്ളൂ. എന്നാൽ സീനിയോറിറ്റി കിട്ടാൻ വേണ്ടിയാണ്. അത് സീനിയോറിറ്റി കിട്ടുമല്ലോ. അതൊരു 4 കോളം കഴിഞ്ഞാൽ പിന്നെ ബ്ലൂ ആയിട്ടുള്ള ഉടമ്പടി നീല പേപ്പർ കിട്ടുമല്ലോ. അപ്പോൾ അത് കാണിച്ചാൽ പിന്നെ കൗൺസിലിംഗ് മെസ്സേജൊക്കെ കിട്ടും. അത് വെച്ച് കഴിഞ്ഞാൽ കൗൺസിലിംഗ് മെസ്സേജ് പറയും നീല പേപ്പർ ആണെങ്കിൽ. അപ്പോഴേ പരമാവധി പഴയ ഉടമ്പടി തന്നെ നിങ്ങൾ വീണു പോയാലും തിരിച്ചു കൊണ്ടുവന്ന് അത് കുമ്പസാരിച്ച്, അല്ലെങ്കിൽ കുമ്പസാരിക്കാൻ പറ്റാത്ത സഭയിലുള്ളവരാണെങ്കിൽ അങ്ങനെ ഏതായാലും അത് പുതുക്കിയെടുക്കണം. മനസ്സാക്ഷിക്കനുസരിച്ച് അത് പുതുക്കിയെടുക്കണം. പുതുക്കിയെടുത്താൽ അത് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് സീനിയോറിറ്റി കിട്ടും. ഇപ്പോൾ ഞങ്ങളാണെങ്കിലും ഇത് പഴയ ഉടമ്പടിയാണെന്ന് ചോദിക്കുമ്പോൾ ഇത്രയും നാൾ നേരത്തെ വന്നോണ്ട ആളല്ലേ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടനെ എമർജൻസി ആയിട്ട് കൗൺസിലിംഗിന് വിളിക്കും. കാര്യം നിങ്ങൾ പണ്ട് വന്നിരുന്ന ആളാണല്ലോ. പിന്നെ പ്രളയവും കോവിഡൊക്കെ വന്ന് എന്തെങ്കിലും വീണ് പോയതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കതൊന്നും പ്രശ്നമല്ല. അതുകൊണ്ട് പഴയ ഉടമ്പടി പുതുക്കണം. പക്ഷേ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്നാ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഉടമ്പടി എടുത്ത്, എന്ത് പരിപാടിയാണ് ഈ മനുഷ്യൻ കാണിക്കണത്, മൂന്നാമത്തെ ഉടമ്പടി എടുത്ത്. അപ്പോഴേ മൂന്നാമത്തെ ഉടമ്പടിയിലുണ്ടായ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കുഞ്ഞിനെ വേണം. അതാണ് പ്രശ്നം. മൂന്നാമത്തെ ഉടമ്പടി എടുത്തെങ്കിൽ ഈ മൂന്നാമത്തെ ഉടമ്പടിയും ഇവർ ഉഴപ്പും. പക്ഷെ കുഞ്ഞിനെ കിട്ടും. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ഒരു ലെവല് നമ്മൾ ഉഴപ്പിയാൽ ഇതിൻ്റെ ഒരു കക്ഷി ആരാണ്? ദൈവമല്ലേ. ഒരു കക്ഷി മാത്രമല്ല നമ്മളുള്ളൂ. ഇതിൻ്റെ അതർ എൻഡിൽ ആരാണ്? നമ്മൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയോടല്ലേ ഉടമ്പടി ചെയ്യണത്. അപ്പോഴേ ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉഴപ്പിയാലും ദൈവം ഉഴപ്പത്തില്ല. ആ ഉടമ്പടിയുടെ ഭാഗം കുഞ്ഞിനെ വേണമെന്നുള്ളതാണ് ഇവിടെ ഉടമ്പടി ചെയ്തത്. ദൈവം കുഞ്ഞിനെ കൊടുത്തു. പക്ഷേ ഇവൾ ഉടമ്പടി ഉഴപ്പി. ദൈവം എന്താ കുഞ്ഞിനെ ഉടമ്പടി ഉഴപ്പിയിട്ടും കുഞ്ഞിനെ കൊടുത്തത് എന്തുകൊണ്ടാണ്? ഉടമ്പടി ഉഴപ്പി, പക്ഷെ എന്താ കുഞ്ഞിനെ കൊടുത്തത്? അതിന് കാര്യം നമ്മളെ ഈ അവിശ്വസ്തനായിരുന്നാലും ഇപ്പോൾ 2 തിമോത്തി 2:13 ഒരു വചനമുണ്ട്. 2 തിമോത്തി 2:13 എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിശ്വസ്തനായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. അങ്ങനെ ഏറ്റവും ഇതൊരു ക്യാപിറ്റൽ വേർഡാണ്. ഒന്ന് പറഞ്ഞേ, നമ്മൾ അവിശ്വസ്തനായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. അപ്പോൾ ഉടമ്പടിയുടെ ഒരു കക്ഷി ദൈവമല്ലേ, ഒരു കക്ഷിയല്ലേ നമ്മൾ. ഒരു കക്ഷി ഈശോ, ഒരു കക്ഷി നമ്മൾ.
മാതാവ് ഇതിൻ്റെ ഇറസിസ്റ്റബിളായിട്ടുള്ള മീഡിയേറ്ററാണ്, സാക്ഷിയാണ്, മധ്യസ്ഥയാണ്. അപ്പോൾ ഈ ദൈവം ആ വിഷയം നിറവേറ്റും. പക്ഷെ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ അനുഗ്രഹമല്ല ഒരു പ്രശ്നം. ഞാൻ അങ്ങനെയാണ് ഇത് പഠിച്ചത്. അനുഗ്രഹം ഇപ്പോൾ കുട്ടി അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ പരീക്ഷാ വിജയം ഇത് കൊണ്ട് ജീവിതം അവസാനിക്കുമോ? ഇല്ല. അവസാനിക്കുമോ? ഇല്ല. അതായത് അനുഗ്രഹമല്ല വിഷയം. നമുക്ക് വേണ്ടത് എന്താണ്? അനുഭവിക്കാനുള്ള യോഗ്യത. അനുഭവിക്കാനുള്ള യോഗ്യതയാണ് നമുക്ക് വേണ്ടത്. ഇത് വേറൊരു വിഷയമാണത്. അത് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതായത് എല്ലാവരും ടാർഗറ്റ് ചെയ്യണത് അനുഗ്രഹത്തിന് വേണ്ടിയാണ്. അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പോലും വേണ്ട. അനുഗ്രഹത്തിന് വേണ്ടി ഇപ്പോൾ ഒരു വീട് കിട്ടാൻ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു കുട്ടി ഉണ്ടാകാൻ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമില്ല. അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമില്ല. പ്രൊമോഷനും PR-നും ഒന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഇതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ജനറ്റിക്കൽ ബ്ലെസ്സിങ്സിലുള്ള പാക്കേജാണ്. ദൈവം ഉടമ്പടി കൊടുക്കുമ്പോൾ നോക്ക് പ്രളയത്തെ അതിജീവിച്ച് കഴിഞ്ഞിട്ട് ദൈവം നോക്കുമായിട്ട് മഴവില്ലിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉടമ്പടി ചെയ്യുമല്ലോ. മഴവില്ലിനെ സാക്ഷി നിർത്തിക്കൊണ്ട് നോക്കിനെ ഉടമ്പടി ചെയ്യത്തില്ലേ? അപ്പം പറയുന്നൊരു വാക്കാണ് എന്താണ്? നീ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി കീഴടക്കാൻ പറയും. ഉൽപ്പത്തി പുസ്തകം. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി കീഴടക്കാൻ. അപ്പോൾ സന്താന പുഷ്ടിയും വിവാഹവും ദൈവം കൊടുത്തിരിക്കുന്ന ബുദ്ധി കൊണ്ട് പഠിക്കുകയോ ഉദ്യോഗം മേടിക്കുകയോ വീട് വെക്കുകയോ സ്ഥലം വാങ്ങുകയോ പ്രൊമോഷൻ സംഘടിപ്പിക്കുകയോ ഒക്കെ ചെയ്യണത് പ്രാർത്ഥനയുടെ ഒരു ഭാഗമല്ല. അതുകൊണ്ടാണ് യുക്തിവാദികളും നിരീശ്വരവാദിക്കും ഏത് മതത്തിൽപ്പെട്ടവർക്കായാലും ഏത് സ്വഭാവമുള്ള ആൾക്കാർക്കായാലും ഉന്നതമായ ഉദ്യോഗങ്ങൾ കിട്ടണം. എന്തുകൊണ്ടാണ്? ഇതൊന്നും പ്രാർത്ഥനയുടെ ഭാഗമല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളോർക്കും അയ്യോ നമ്മൾ പ്രാർത്ഥിക്കണില്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നു, അവർ പ്രാർത്ഥിക്കുന്നില്ല, എന്നിട്ട് നമ്മളെക്കാൾ ഫിസിക്കൽ ബ്ലെസ്സിങ്സ് അവർ കിട്ടുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം കൊടുത്ത ജനറ്റിക്കൽ ബ്ലെസ്സിങ്സാണ്. ആദ്യത്തെ മനുഷ്യൻ സൃഷ്ടിച്ചപ്പോൾ തന്നെ പറഞ്ഞു ആദത്തിന് കൊടുത്തതാണ്. പിന്നീട് മനുഷ്യൻ പാപം ചെയ്ത് അതൊക്കെ നശിപ്പിച്ച് കളഞ്ഞപ്പോൾ നോക്ക് അത് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ നോക്കിനും സെയിം ഉടമ്പടി പുതുക്കി കൊടുക്കും. എന്താണ്? നീ സന്താന പുഷ്ടിയുടെ പെരുകി ഭൂമി കീഴടക്കാൻ പറയും. ഭൂമി എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതം കീഴടക്കണം. നിൻ്റെ ഭൂമി നീ നടന്നെത്തണം, അത്രയും സ്ഥലം നീ കീഴടക്കണം. 70 വയസ്സ് വരെ നീ നടക്കുമെങ്കിൽ 70 വയസ്സ് വരെ നിൻ്റെ കാഴ്ചവീട്ടിലാകണം. ഭൂമി എന്ന് പറഞ്ഞാൽ മുഴുവൻ ഭൂമിയുടെ ഉദ്ദേശമല്ല. നീ നടന്നെത്തേണ്ട ഭൂമി ഉണ്ടല്ലോ, 49 വയസ്സ് നിനക്കുള്ളെങ്കിൽ 49 വയസ്സ് വരെ നടത്താൻ എത്ര ജോലി അത് നീ കീഴടക്കണം. അത് വിദ്യാഭ്യാസം കൊണ്ടെങ്കിൽ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ വ്യവസായം കൊണ്ടെങ്കിൽ വ്യവസായം കൊണ്ട് ആ ജീവിതം നീ കീഴടക്കണം. ഇതിൻ്റെ ഈ ബ്ലെസ്സിങ്സ് എല്ലാം കച്ചവടത്തിനും വ്യവസായത്തിനും വ്യാപാരത്തിനും കുട്ടികളുണ്ടാകാനും അവർ വളരാനും അവരെ പഠിപ്പിക്കാനും ഒക്കെ എല്ലാം ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് ഓൾറെഡി ഉണ്ട്. നമ്മൾ അപ്പം നിങ്ങൾ ചോദിക്കും അങ്ങനെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല, പിന്നെ എന്നാത്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കേണ്ടത് ഈ അനുഗ്രഹം അനുഭവിക്കുക എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള സംഭവമല്ല. പറഞ്ഞാൽ മനസ്സിലായ? ഈ അനുഗ്രഹം കിട്ടിയിട്ട് കാര്യമില്ല, അനുഭവിക്കണ്ടേ? ഇപ്പം 54 വയസ്സുള്ള ചേർത്തി ഒരു കുഞ്ഞിനെ പ്രസവിച്ചെന്ന് പറഞ്ഞില്ലേ? എന്താ കാര്യം? അവരുടെ കുട്ടി 21ാമത്തെ വയസ്സിൽ മരിച്ചു പോയിട്ടാണ്. അപ്പോൾ അവർ ഭർത്താവും ഭാര്യയും തകർന്ന് തരിപ്പണമായി. ഒരു കുഞ്ഞല്ലേ ഉള്ളൂ, ഒരു കുട്ടിയല്ലേ ഉണ്ടായിരുന്നു. അവനാ വണ്ടി ഇടിച്ച് മരിച്ചത്. ഇതെന്താ സംഭവിച്ചത്? എന്തെങ്കിലും അത്യാഹിതങ്ങളൊക്കെ സംഭവിക്കണത് സ്വാഭാവികമായിട്ട് എല്ലാപ്പോഴും അല്ല, ചിലപ്പോഴെങ്കിലും ഉടമ്പടി ലംഘനവുമായിട്ട് പ്രൊട്ടക്ഷൻ പോകും. നമുക്ക് ഉടമ്പടി എടുക്കത്തില്ലേ? അപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കുകയാണ്, വിവാഹം ഉടമ്പടിയല്ലേ? വിവാഹത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ആ ഉടമ്പടി എന്തൊക്കെയാണ് നമ്മൾ പറയണത്? വിവാഹത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പുണ്യപൂർണ്ണമായി വളർത്താം. മാതാപിതാക്കന്മാർ തമ്മിൽ മരണം വരെ വേറെ. ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി, ഞാൻ സിംഗിൾ മദറാണെന്ന്. നീ അതെന്ത് ബദർ? അവൾ ഡൈവേഴ്സ്ഡ് ആണെന്ന് പറഞ്ഞതിന് വേണ്ടി പുതിയ വാക്യം കണ്ടുപിടിച്ച് വന്നിരിക്കുകയാണ് പാർട്ടി. ഞാൻ സിംഗിൾ മദറാണെന്ന്. അതിൻ്റെ അർത്ഥം ഷീസ് ഡൈവേഴ്സ്ഡ്. ചിലപ്പോൾ അവളുടെ കയ്യിരിപ്പ് കൊണ്ട് തന്നെ ആയിരിക്കും അങ്ങനെ ആയത്. അപ്പോൾ ഈ ഡൈവേഴ്സുകാരെല്ലാം കൂടി പുതിയൊരു മതം ഉണ്ടാക്കുകയാണ്. സിംഗിൾ മദർ, ഡബിൾ മദർ, ട്രിപ്പിൾ മദർ. മാതാവേ,
അപ്പോൾ അഭ്യാസമൊന്നും കാണിക്കരുത്. ഈ 21 ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിൽ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യമുണ്ട്. ഈ പല വിഷയങ്ങളും നിങ്ങളുടെ ഡൈവേഴ്സിന് ദൈവത്തിൻ്റെ കൺകറൻസ് ഇല്ല. സഭയിൽ നിലയം വിളിച്ച് ഓടി നടന്ന് ഓരോ സഭ പിന്നെ നിയമമൊക്കെ നോക്കി കരുണയൊക്കെ നോക്കി പിന്നെ ഇത് ഈ ഭക്ഷണം കഴിക്കാതെ ജീവിക്കണമല്ലോ എന്ന് ഓർക്കും. എങ്ങനെയാ കുർബാന സ്വീകരിക്കാതെ ജീവിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ സഭയ്ക്കൊരു ബാധ്യതയില്ല എന്ന് ഓർക്കുമ്പോൾ കുറേ നാളിങ്ങനെ നടത്തി കഴിയുമ്പോൾ അത് എന്തെങ്കിലും ലൂപ്പ് ഹോള് നിങ്ങളെ രക്ഷിക്കാനുള്ളത് നിയമപരമായിട്ട് കണ്ടെത്തിയ നിങ്ങളെ സഭ വെറുതെ വിടും. പക്ഷെ ദൈവം വെറുതെ വിടത്തില്ല. ഉള്ള കാര്യം ഞാൻ പച്ചക്ക് പറയുകയാണ്. നിങ്ങൾ എന്ത് ഗ്രൗണ്ടിലാണ്? സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വെറുതെ വിടത്തില്ല. കാര്യം നിങ്ങളെ സമ്പത്തിനേക്കാൾ പ്രാധാന്യം കൊടുത്തില്ല. ഐഡോളട്രി ആയില്ലേ? അപ്പോൾ ഭർത്താവിന് ജോലിയില്ല, എന്നെ പറ്റിച്ചു. ഞാൻ MSc B.Ed ആണ്. അവരെന്നോട് പറഞ്ഞത് അവനും MSc ആണെന്നാണ്. നോക്കിയപ്പോൾ BCom ഉള്ളതെന്ന് പറയും. അതിനെ പറ്റിച്ചു. അതും ദൈവം ഏക്കണില്ല. ആ സാധനം ഏക്കത്തില്ല. കാര്യം ഇതെല്ലാം ഡിഗ്രിയുടെ കാര്യമല്ലേ ഉള്ളത്. ഡിഗ്രിയും കൊണ്ടുപോയിട്ട് എന്നാ കഴിയുക? ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അത് പൊടുകോരി തീരാനൊക്കെ പറ്റത്തുള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ സാധനം കൊണ്ട്. കാര്യം ഒരു ടൈം കഴിഞ്ഞാൽ നിൻ്റെ ഈ ഒരു 70 വയസ്സ് കഴിഞ്ഞാൽ നീ ഇന്ന് ആനക്കാര്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിനും ഒരു വിലയുമില്ല. വ്യർത്ഥമായ സാധനമാണ്. അപ്പം കല്യാണം കഴിച്ചവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും അതുപോലെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ആരോഗ്യമുള്ളവന് മാത്രമേ ഇപ്പം നമ്മളൊരു കുട്ടിനെയും കൊണ്ട് പോവുകയാണ്. ഞാനൊന്ന് പറയണ കേൾക്ക്. നിങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ട് ഭർത്താവും ഭാര്യയും കൂടി ആശുപത്രി പോവുകയാണ്. കൊച്ചിനെ ആരെടുക്കും? ഒരു കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രി പോവുകയാണ് ഭർത്താവും ഭാര്യയും കൂടി. കുഞ്ഞിനെ ആരെടുക്കും? ആർക്കാണ് ആരോഗ്യമുള്ളവർ അവരെടുക്കും. പിടികിട്ടിയ? ഭർത്താവിന് ആരോഗ്യം ഉണ്ടെങ്കിൽ അയാൾക്കാണ് കരൾ രോഗമോ അല്ല രോഗമാണെങ്കിൽ കരളെടുക്കാൻ കൊണ്ട് എടുപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ആർക്കാണ് ആരോഗ്യമുള്ളത് അവരെടുക്കും കൊച്ചിനെ. ദാറ്റ് ഈസ് സിമ്പിൾ, ദാറ്റ് ഈസ് നോർമൽ. നിങ്ങൾ ഡൈവേഴ്സിൻ്റെ വക്കലാണെങ്കിൽ ആർക്കാണ് വിശ്വാസത്തിൻ്റെ ആരോഗ്യമുള്ളത് അവരാണ് അത് നിലനിർത്തി കൊണ്ടുപോകേണ്ടത്. ഈ കൊടുത്ത പോയിന്റ്. നിങ്ങൾ ഡൈവേഴ്സിൻ്റെ വക്കലാണ്, പക്ഷേ വിശ്വാസത്തിൽ നിങ്ങളുടെ ഭർത്താവിന് വിശ്വാസമില്ല, അയാൾക്ക് ഭാര്യയ്ക്ക് വിശ്വാസമില്ല. അല്ലെ കാണുന്ന ആണുങ്ങളെ കാണുമ്പോഴും പെണ്ണുങ്ങളെ കാണുമ്പോഴും പല്ലടിച്ച് കാണിക്കുകയും തോണ്ടുകയും ചാറ്റുകയും ചീറ്റുകയും ഒക്കെ ചില പാർട്ടിയാണ്. എനിവേ ആർക്കാണ് അതിൻ്റെ അകത്ത് ആരോഗ്യമുള്ളത്? കർത്താവിനോട് ആരാണ് അടുത്ത് നിൽക്കുന്നത് അവർക്കാണ് ഈ വിഷയം കൺട്രോൾ ചെയ്തു പോകാനുള്ള കപ്പാസിറ്റിയും അധികാരവും അവകാശവും ദൈവദൃശ്യന് കടമയുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കുന്നവർ മാക്സിമം കോംപ്രമൈസ് തയ്യാറാകണം. കാര്യം നീ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ദൈവത്തിൻ്റെ കൂടെയാണ്. കാര്യം ദൈവത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഏത് കാലത്തായാലും നമ്മൾ 70 കൊല്ലം ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ല പരിപാടി. അമ്മയെ ഞാൻ നേരിട്ട് കണ്ടതാ. അപ്പോൾ പുനരുദ്ധാനം എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് കേട്ടറിയുള്ളേ, ഞാൻ കണ്ടറിഞ്ഞുള്ള. അതുകൊണ്ടാണ് ഞാൻ സീരിയസ് ആയിട്ട് പറയണത്. ദൈവം വെറുതെ നക്കാപ്പിച്ച കാര്യത്തിന് തർക്കിച്ച് ദൈവപ്രസാദം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഒരു സാധനം ഉണ്ടാക്കിയിട്ടൊരു കഥയുമില്ല. യു വിൽ ലോസ്റ്റ് യുവർ പ്രൊട്ടക്ഷൻ. നിങ്ങളുടെ പ്രൊട്ടക്ഷൻ പോകും, സംരക്ഷണം പോകും. അനുഗ്രഹമല്ല വിഷയം. അനുഭവിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് വി ഗെറ്റ് ത്രൂ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സംരക്ഷണം വേണം. ഐസയ 29:8 അവർ ഭക്ഷിക്കുന്നതായി സ്വപ്നം കാണുന്നു. ഓൺലി ഡ്രീം. അവർ ഭക്ഷിക്കുന്നതായി സ്വപ്നം കാണുന്നു. പിന്നെന്താണ്? വിശപ്പ് കെടാതെ അവരെഴുന്നേറ്റ് വരുന്നു. അവർ കുടിക്കുന്നതായി സ്വപ്നം കാണുന്നു. പിന്നെന്താണ്? വരണ്ട തൊണ്ടയുമായി എഴുന്നേൽക്കുന്നു. ഇത് വായിച്ചത് കർത്താവ് എനിക്ക് വചനം കാണിച്ചു തന്നെ എപ്പോഴാണെന്ന് അറിയാവൂ? അതായത് നമ്മൾ ചിലർ നാട്ടിലെ വീട് വിൽക്കണമെന്ന് പറഞ്ഞ് വരും എൻ്റെ അടുത്ത്. അച്ഛാ എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? അച്ഛാ അതേ ഞങ്ങളുടെ വീടൊന്ന് വിറ്റ് തരണം. ഞാൻ പറഞ്ഞു വീട് വിൽക്കാൻ പോണോ? നാട്ടിലെ വീട് മക്കളൊന്നുമില്ല, ജോലിക്കാർ. അച്ഛാ 2 പേരും ജോലിക്കാരാണ്. ഞാൻ പറഞ്ഞു 2 പേരും ജോലിക്കാരാണ്, പിന്നെ എന്തിനാണ് വീട് വെക്കണത്? അല്ല അവർ പറഞ്ഞിട്ടാണ് വീട് വെക്കുന്നത്. എന്തിനാണ്? അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞെന്ന്. എങ്ങോട്ടാണ്? കാനഡയിലേക്ക്, UK നാട്ടിലെ വീട് വിറ്റിട്ടേ മക്കൾ പറഞ്ഞെന്ന് കാനഡയിലേക്ക് ചെല്ലാൻ. അവരവിടെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ്. അത് നോക്കിക്കൊള്ളാൻ അവരവിടെ ഉണ്ടാകത്തില്ല. അവർക്ക് ജോലിക്ക് പോകണേ, ഞങ്ങൾ നോക്കി ഇരിക്കുന്ന അധികാരം.
എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ വീടിന് ലോൺ എടുത്ത്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഇതിന് കടമായി, ഇത് പഴയ വീടായി, ഇത് നന്നാക്കാൻ വേണ്ടിയാണല്ലോ ഇവർ ഇംഗ്ലണ്ടിൽ പോയത്. ഇപ്പം നന്നാക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ അമ്മമ്മ, കുഴയ്ക്കാതാണ്ട് വന്ന പോലെ കാത്തിരിക്കുകയാണ്. ഇപ്പം നന്നാക്കും മക്കൾ വന്ന് ഇപ്പം നന്നാക്കുമെന്നും പറഞ്ഞു. പക്ഷേ ഇപ്പം മക്കളെന്താ പറയണത്? ഈ വീട് വിൽക്കാൻ. എന്താ കാര്യം? ഇവരവിടെ പോയൊരു വീട് വാങ്ങിച്ച്, ആദ്യം ഭർത്താവ് ഉണ്ടായി, അത് പയ്യൻസ് ഉണ്ടായി, പിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ അവിടെ ഒരു മലയാളി കുടുംബമായിട്ട് താമസിക്കുന്നവൻ വാടക 50-50 ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ കല്യാണം കഴിക്കണ്ടേ, അപ്പോൾ അതിനെ അവർ ആ മലയാളി ആൾക്കാർ ഇതിനിടയിൽ പോയി അവിടുന്ന്. അവർക്ക് ജോലി കിട്ടിയപ്പോൾ, വേറെ ജോലി കിട്ടിയപ്പോൾ അവർ ട്രാൻസ്ഫർ ആയിപ്പോയി. അപ്പോൾ ഈ വീടിൻ്റെ വാടക മൊത്തം ഈ മനുഷ്യൻ്റെ പെടലിക്കായി. അപ്പോൾ ആ വീടായാലും ഭാര്യയും ഭർത്താവും കൂടി ആ വീട് വിലക്കെടുത്ത് 3.5 കോടിക്ക് വിലക്കെടുത്ത് 3.5 കോടിക്ക് വിലക്കെടുത്ത് കഴിഞ്ഞപ്പോൾ അത് എല്ലാ അമ്മയോടും അപ്പനോടും ചോദിച്ചിട്ടാണ് എടുത്തത്. ചോദിക്കാവൊന്നും ചെയ്തിട്ടില്ല. കാര്യം അമ്മയും ഞങ്ങളിവിടെ ഒരുമിച്ച് താമസിക്കുകയാണ്. ഇപ്പോൾ അവർ വാടകയ്ക്ക് തന്ന ആൾക്കാർ പോയി ഇവിടുന്ന്. ഇപ്പോൾ വീടിൻ്റെ മുഴുവനും ഹൗസ് ഓണർ പറഞ്ഞ് നിങ്ങൾ താ, അല്ലെങ്കിൽ വേറെ ആൾക്കാർ നിങ്ങൾ ഉറപ്പിച്ചോ, എനിക്കെൻ്റെ കാശ് കിട്ടിയാൽ മതി എന്നുള്ളതാണ്. വേറെ ആൾക്കാർ നോക്കാൻ അവർക്ക് നേരെയില്ല. ഞങ്ങൾക്ക് മലയാളീസിനെ കിട്ടിയില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ചിരിക്കണത്? ആ വീടിൻ്റെ മുഴുവൻ വാടക ഇവരുടെ തലയിലായി. ചിലപ്പോൾ 1-2 ലക്ഷം രൂപ വരുമായിരിക്കും വാടക. അപ്പോൾ അവരെന്താ കണക്ക് കൂട്ടി നോക്കേണ്ടത്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 6 ലക്ഷം, 6 വർഷം 7 വർഷം കൊണ്ട് വാടക മാത്രം കൊടുത്താൽ ആ കാശോട് നമുക്കൊരു വീട് മേടിക്കാവില്ല. അതും അമ്മയോടും അപ്പനോടും പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ മക്കളെ, ഇത്രയും വാടക കൊടുത്ത് മുടിയണം എന്തിനാണ്? നിങ്ങളൊരു വീട് വാങ്ങിച്ച് ലോൺ എടുത്ത് വീട് വാങ്ങിച്ച്. അപ്പോൾ ലോണിന് ഇപ്പം എന്നാ പറ്റിയത്? 23 കോടിയുടെ ടാക്സ് ഉണ്ട്. ആ വീടിൻ്റെ ടാക്സ് അല്ല, കൂടാതെ തന്നെ അതിൻ്റെ ലോണില്ലേ, ആ ലോണും പിന്നെ ഇവിടെ കുഞ്ഞുങ്ങളെ 2 പേരെ പഠിപ്പിക്കണ്ടേ, അതിൻ്റെ കാശൊക്കെ ആയിട്ട് ഒക്കണില്ല. പിന്നെ കടമായി, ലോണ് മുടങ്ങുന്നുണ്ട്. അപ്പോൾ ബാങ്കിൽ പോയിൻ്റ് കുറയും. പിന്നെ ഇവിടെ ATM കാർഡ് വേറെ കാർഡൊക്കെ ഉണ്ടല്ലോ, അത് കാണിക്കുമ്പോൾ തന്നെ ഇവർക്ക് പോയിൻറ്റ്സ് ഇല്ല. അവിടെ പോയിൻറ്റ്സ് ഇല്ലെങ്കിൽ പിന്നെ വേറെ പണിയാവും. അപ്പോൾ അതോടുകൂടി അവർ പരിങ്ങലായി. അപ്പോൾ എന്നെ ഇപ്പോൾ പറയണത് അതായത് ഇപ്പോൾ പറയണത് നാട്ടിലെ വീട് വിറ്റിട്ട് അപ്പനും അമ്മയും കൂടി അങ്ങോട്ട് ചെല്ലാനാണ് പറയണത്. ഇവരിങ്ങനെ കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണ്. മക്കൾക്ക് ജോലി, മകൾക്ക് ജോലി, മകൾക്ക് ജോലി, 1 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്ന കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണുക. സ്വന്തം വീട് പോകണത് അറിയണില്ല. നാട്ടിലെ വീട് തേഞ്ഞു മാഞ്ഞ് ചിത്രത്തിൽ നിന്ന് പോകിക്കൊണ്ടിരിക്കുകയാണ്. കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നു. വരണ്ട തൊണ്ടയുമായി എഴുന്നേറ്റ് വരുന്നു. ഐസയ്യ 29:8 എന്താണെന്നറിയാവോ? അനുഭവിക്കാൻ യോഗ്യതയില്ല. ദിസ് ഈസ് ദ പോയിൻ്റ്. അനുഗ്രഹമല്ല വിഷയം. അനുഗ്രഹം ഏത് കാട്ടാളനും കിട്ടുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് മാത്രമേ നട്ടലോടെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അനുഗ്രഹം ഏത് കാട്ടാളനെയും കിട്ടും. അത് പാപവുമായിട്ടൊരു ബന്ധവുമില്ല. കൊലയും എന്ത് പരിപാടിയും കൊണ്ട് കലാപരിപാടിയും കൊണ്ട് നടന്നാലും അനുഗ്രഹം കിട്ടും. അത് കൊടുത്തു പോയതാണ് നേരത്തെ, ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് ആണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് 5:45 മത്തായി സുവിശേഷം, ദുഷ്ടൻ്റെ മേലും ഞാൻ മഴ പെയ്യിപ്പിക്കും, ശിഷ്ടൻ്റെ മേലും ഞാൻ വെയിലുദിപ്പിക്കും. പോരെ? പിന്നെന്തിനാ പ്രാർത്ഥിക്കണത്? പ്രാർത്ഥിക്കേണ്ട അനുഗ്രഹം കിട്ടാൻ വേണ്ടി മക്കൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്?